आदमी फोन करेगा तो उसका आदमी आएगा ऐसा बोला था। लेकिन वो तो आपको कितना पैसे मिलेगा? 10,000 रुपया मिलेगा। 10,000 इतने सामान तो ये फिर गया तो 20,000 रुपया मिलेगा, तुमको 10,000 रुपया देगा ऐसा बोला वो आदमी। आप लोग मेरा पुलिस स्टेशन में फोन करके पूछिएगा। तुम पहले 2 साल पहले रहा था ना? हाँ 2 साल पहले तुम रहा था ना? हाँ सर ना वो लाल मीटर पर पीएसटी कंपनी का वो गाड़ी चलाना काम करता था। मिलर मिलन गाड़ी। उबर होता है ना हाईवे में उबर हाईवे पे। आप दोबारा आते देखिए? नहीं सर ये फर्स्ट ये पहले मैं केरला में काम करता था। केरला में काम करता ये क्या कर रहे हो तुम? क्या काम कर रहे हो? और एबीटी में पीएसटी कंपनी सर और जो मेडिकल कॉलेज बनाया और कंपनी में पीएसटी कंपनी सर और जो मेडिकल कॉलेज बनाया और बिल्डिंग का काम करते हो। मिलने काम कर रहे हो? हाँ मिलर गाड़ी चलाते എൻ്റെ പേര് ജോമോൻ ജോർജ്. ഞാൻ ആലുവ എക്സൈസ് ഇൻസ്പെക്ടറാണ്. ഓണം സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച്, അതായത് ഞങ്ങളുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുധീർ സാറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആരി മുഹമ്മദ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും അതേപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ശക്തമായ നിരീക്ഷണങ്ങൾ, ലഹരി മരുന്നുകൾ ശക്തമായ നിരീക്ഷണം നടത്തുകയുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം നമ്മൾ ആലുവ റെയിൽവേ പോലീസും അതേപോലെ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ശക്തമായ കമ്പൈൻ റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നും നമ്മൾക്ക് 200 കിലോഗ്രാം കഞ്ചാവ് ആയിട്ട് പശ്ചിമ ബംഗാൾ സ്വദേശി മിഥുൻ വിശ്വാസ് എന്നൊരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ചോദ്യം ചെയ്യലിൽ നിന്ന് ഇദ്ദേഹം ഇവിടെ ആലുവ പരിസരങ്ങളിൽ ചെറിയ പാക്കറ്റുകളിലാക്കി 500ഉം 1000 രൂപയ്ക്കും എല്ലാം വിൽപ്പന നടത്താനായി കൊണ്ടുവന്നതാണെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. കൂടുതൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൻ്റെ പുറകിൽ ഉള്ള അന്വേഷണം തുടർന്നു വരികയാണ്.